സ്റ്റേഡിയത്തിൽ അർജന്റീനക്ക് മുകളിൽ സംഹാര താണ്ഡവമാടിയത്. മത്സരത്തിന്റെ തുടക്കം കണ്ട ഒരു ആരാധകനും കരുതി കാണില്ല മത്സരത്തിന്റെ അവസാനം ഇങ്ങനൊരു ക്ലൈമാക്സ് നടക്കുമെന്ന്. മത്സരത്തിന്റെ തുടക്കത്തിൽ മികച്ച പന്തിണക്കത്തോടെ കളിച്ചതും അർജന്റീനയായിരുന്നു. ആദ്യം ഗോൾ സ്കോർ ചെയ്തതും അർജന്റീനയായിരുന്നു. എന്നാൽ പിന്നീട് എവിടെയോ അർജന്റീനക്ക് പിഴച്ചു. ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് അറബ് മണ്ണിൽ അർജന്റീനക്ക് മുകളിൽ സൗദി അറേബ്യ ആധിപത്യം പുലർത്തി. ആരംഭിക്കുന്നതിന് മുൻപ് ഫുട്ബോൾ പണ്ഡിറ്റുകളടക്കം വിലയിരുത്തിയിരുന്നത് ഈ ലോകകപ്പ് അർജന്റീനക്കാണ് ഏറ്റവും അധികം സാധ്യത എന്നാണ്. അതിനാൽ തന്നെ അർജന്റീന ആരാധകർക്ക് പ്രതീക്ഷകൾ ഒരുപടി മുന്നിലായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളെയെല്ലാമാണ് സൗദി അറേബ്യ പോലെയുള്ള ഒരു ചെറിയ ടീം ഒറ്റ മത്സരം കൊണ്ട് തച്ചുടച്ചത്. അന്ന് ലുസൈൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ അർജന്റീന ആരാധകർ നിറകണ്ണുകളോടെയാണ് ഡഗ്ഔട്ടിലേക്ക് നടന്നു നീങ്ങുന്ന അർജന്റീന താരങ്ങളെ നോക്കി നിന്നത്. അന്ന് സൗദിയോട് പരാജയപ്പെട്ട് തല താഴ്ത്തി മടങ്ങുന്ന അവരുടെ നായകന്റെ മുഖം ഇന്നും അവരുടെ മനസ്സിലുണ്ട്. ഏറെ പ്രതീക്ഷകളോടെ ഖത്തറിലേക്ക് എത്തിയ അർജന്റീനക്ക് ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് മാധ്യമ പാപ്പരാസികളും വിമർശകരും വിലയിരുത്തി. വേൾഡ് കപ്പ് ഗ്രൂപ്പ് സിയിലെ ആദ്യ മത്സരം പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ അർജന്റീനക്ക് ഗ്രൂപ്പ് സ്റ്റേജ് മറികടക്കണമെങ്കിൽ അടുത്ത മത്സരത്തിൽ ശക്തരായ പോളണ്ടിനെയും മെക്സിക്കോയെയും മറികടക്കൽ അനിവാര്യമായി മാറി. ഖത്തർ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുൻപ് വരെ ഗ്രൂപ്പ് സിയിലെ ദുർബലരായ ടീമെന്ന് വിശേഷിപ്പിച്ചിരുന്ന സൗദി അറേബ്യയോട് ഇരട്ട ഗോളുകൾക്ക് പരാജയപ്പെട്ട അർജന്റീന ഇനി എങ്ങനെ ശക്തരായ മെക്സിക്കോയെയും പോളണ്ടിനെയും മറികടക്കുമെന്ന ചോദ്യം ശക്തമായി മാറി. സൗദി അറേബ്യയോട് പരാജയപ്പെട്ട അർജന്റീന ടീമിൽ ഇനി തങ്ങൾ വിശ്വാസം അർപ്പിക്കണമോ എന്ന ചോദ്യം ആരാധകരുടെ ഉള്ളിൽ ഉയർന്നു വന്നു. അപ്പോഴാണ് അർജന്റീന ആരാധകർക്കുള്ള നായകൻ ലിയണൽ മെസ്സിയുടെ ഒരു സന്ദേശം എത്തുന്നത്. ഇതുപോലൊരു സാഹചര്യത്തിലൂടെ ഇതിനു മുൻപ് ഞങ്ങൾ കടന്നു പോയിട്ടില്ല. ഞങ്ങളിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കൂ. ഈ ടീം തീർച്ചയായും തിരിച്ചു വരും. ഈ ടീമിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കൂ. അടുത്ത മത്സരത്തിൽ മെക്സിക്കോയെ ഞങ്ങൾ പരാജയപ്പെടുത്തും. മെക്സിക്കൻ തിരമാലകളെ പിടിച്ചുകെട്ടാൻ പോകുന്നതിന് മുൻപ് ലിയണൽ മെസ്സി പറഞ്ഞ വാക്കുകളാണിത്. എന്നാൽ വിജയം മാത്രം മുന്നിൽ കണ്ടിറങ്ങുന്ന അർജന്റീനക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കാൻ കഴിയുന്ന താരങ്ങൾ മെക്സിക്കൻ നിരയിലുണ്ട്. അവരിൽ പ്രധാനിയാണ് മെക്സിക്കൻ ഗോൾ കീപ്പർ ഗില്ലർമോ ഒച്ചാവോ. രാജ്യാന്തര മത്സരങ്ങളിൽ മാത്രം മെക്സിക്കൻ നിരയിൽ എതിരാളികൾ ഇത്രമേൽ ഭയപ്പെടുന്ന മറ്റൊരു താരം വേറെ ഉണ്ടാകില്ല. ആദ്യ റൗണ്ടിൽ പോളണ്ടിനെതിരെ ലോകോത്തര സ്ട്രൈക്കറായ റോബർട്ട് ലെവൻഡോസ്കിയുടെ മനോഹരമായ ഒരു പെനാൽറ്റി കിക്ക് തടഞ്ഞിട്ടുകൊണ്ട് ഖത്തർ വേൾഡ് കപ്പിലേക്കുള്ള തന്റെ വരവ് ഇതിനോടകം തന്നെ ഗില്ലർമോ ഒച്ചാവോ എതിരാളികളെ അറിയിച്ചതാണ്. ഗില്ലർമോ ഒച്ചാവോയ്ക്ക് പുറമെ മധ്യനിരയിലെ എഡ്സൺ അൽവാരസും മുന്നേറ്റ നിരയിലെ ലൊസാനോ വെഗ എന്നിവരും അപകടകാരികളാണ്. അയാക്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന എഡ്സൺ അൽവാരസ് മധ്യനിരയിൽ കളിമെനയാൻ അഗ്രഗണ്യനാണ്. കൂടാതെ ഇരു പാർശ്വങ്ങളിലുമായി കളിക്കുന്ന ലൊസാനോ വെഗ എന്നീ താരങ്ങൾ അർജന്റീനക്ക് കൂടുതൽ അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഈ വെല്ലുവിളികളെയെല്ലാം മറികടക്കണമായിരുന്നു അർജന്റീനക്ക് മെക്സിക്കോക്കെതിരെ വിജയിക്കണമെങ്കിൽ. മെക്സിക്കോക്കെതിരെ വിജയം സ്വന്തമാക്കിയാൽ മാത്രമേ അർജന്റീനക്ക് ഖത്തർ വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മറികടക്കാനുള്ള സാധ്യതകൾ തുറക്കുമായിരുന്നുള്ളൂ. സൗദിയുമായുള്ള സ്ക്വാഡിൽ നിന്നും 5 മാറ്റങ്ങളുമായി മാക്കലിസ്റ്റർ, ഗുയിഡോ റോഡ്രിഗസ്, അക്യൂന, മോണ്ടിയൽ, ലിസാൻഡ്രോ മാർട്ടിനസ് എന്നിവർ ആദ്യ 11ലേക്ക് കടന്നു വരുന്നു. സൗദിയോട് തങ്ങൾക്ക് അപ്രതീക്ഷിത തോൽവി ഏറ്റതുകൊണ്ട് തന്നെ മെക്സിക്കോക്കെതിരെ ഇതൊരു ഫൈനൽ പോരാട്ടമാണെന്ന് ലൗതാരോ മാർട്ടിനസും പറയുകയുണ്ടായി. അങ്ങനെ ലുസൈലിന്റെ ആരവങ്ങളിലേക്ക് ഇരു ടീമുകളും കൂട്ടുകെട്ടിയിറങ്ങി. ആപത്ഘട്ടങ്ങളിൽ അവതരിക്കാറുള്ള അവരുടെ നായകൻ കഴിഞ്ഞ വേൾഡ് കപ്പിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അവതരിച്ചതുപോലെ Brilliant ball from Banniger. Is this the opener? Yes, it
തങ്ങളുടെ മിശിഹ ലുസേലിൽ അവതരിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയായിരുന്നു ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർ കാത്തിരുന്നത്. ആൽബി സെലസ്റ്റികളുടെ സ്വപ്നങ്ങളെ തന്റെ ബൂട്ടിലേക്ക് ആവാഹിച്ചിറങ്ങുക. അത്രമേൽ ആവേശവും അതിനപ്പുറം സമ്മർദ്ദവും മറ്റൊന്നിനും ഉണ്ടായിരുന്നില്ല. അത്രമേൽ അയാൾ ആഗ്രഹിച്ചതിനെ പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ അയാളും അയാൾക്കൊപ്പമുള്ളവരും തയ്യാറായിരുന്നില്ല. ഏറെ നെഞ്ചിരിപ്പോടെ ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർ കാത്തിരുന്ന പോരാട്ടത്തിന് ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 ലുസേൽ സ്റ്റേഡിയത്തിൽ പന്തുരുണ്ടു തുടങ്ങി. ആദ്യ പകുതിയിലെ കെട്ടുറപ്പില്ലാത്ത അർജന്റീനയുടെ മധ്യനിര മുന്നേറ്റ നിരയെ വല്ലാതെ ബാധിച്ചിരുന്നു. അർജന്റീൻ മുന്നേറ്റത്തിന്റെ മൂർച്ച കുറഞ്ഞതുകൊണ്ട് തന്നെ മെക്സിക്കോ തുടരെ അർജന്റീൻ ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറുന്നു. ഭീതി വിട്ടൊഴിയാതെ മെക്സിക്കൻ മുന്നേറ്റം അർജന്റീന ഗോൾ മുഖത്ത് അലയടിച്ചെങ്കിലും സ്കലോനിയുടെ വിശ്വസ്തരായ നിക്കോളാസ് ഓട്ടോമെന്റിയും ലിസാൻഡ്രോ മാർട്ടിനസും അവിടെ നിലയുറച്ചു. മെക്സിക്കോയുടെ നിരവധി മുന്നേറ്റങ്ങളാണ് ലിസാൻഡ്രോ മാർട്ടിനസും ഓട്ടോമെന്റിയും അടങ്ങുന്ന അർജന്റീൻ പ്രതിരോധം തട്ടിമാറ്റിയത്. ആദ്യ പകുതിയിൽ മെക്സിക്കൻ പോരാളികൾ ലിയണൽ മെസ്സിക്ക് ചുറ്റും വട്ടമിട്ട് പറന്ന് അയാൾക്കൊന്ന് അനങ്ങാൻ പോലും പറ്റാത്ത വിധം ചെങ്ങലപ്പൂട്ടിട്ട് കൂട്ടി. 5 പ്രതിരോധവും അതിന് കാവലായി ഗോൾമുഖത്ത് ഗില്ലർമോ ഒച്ചാവോ കൂടി കാവിലുറപ്പിച്ചതോടെ അർജന്റീനക്ക് കാര്യമായ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ ഈ മത്സരം ആദ്യ പകുതിയിൽ ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഇരു ടീമിന്റെയും പ്രതിരോധങ്ങൾ കരുത്തു കാണിച്ച ഒരു ആദ്യ പകുതിയായിരുന്നു മെക്സിക്കോ അർജന്റീന പോരാട്ടത്തിന്റേത്. മെക്സിക്കൻ ടച്ചോടുകൂടി രണ്ടാം പകുതിക്ക് തുടക്കമായി. ഒരു ഗോളിന് വേണ്ടി അർജന്റീന കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. മത്സരം 60-ാം മിനിറ്റിലേക്ക് പിന്നിടുമ്പോഴും സ്കോർ ബോർഡ് 0-0. ഇനി മത്സരം അവസാനിക്കാൻ അവശേഷിക്കുന്നത് 30 മിനിറ്റുകൾ മാത്രം. ഒരു ഗോളിന് വേണ്ടിയുള്ള അർജന്റീന ആരാധകരുടെ നീണ്ട കാത്തിരിപ്പ്. ഒടുവിൽ മത്സരത്തിന്റെ 64-ാം മിനിറ്റിലാണ് ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർ കാത്തിരുന്ന ആ ഒരു അവസരം വന്നെത്തിയത്. സന്തോഷവും ആഹ്ലാദവും അർജന്റീന ആരാധകരിൽ അണപൊട്ടി. മെസ്സി വീണ്ടും തന്റെ രാജ്യത്തിന്റെ കിരീട പ്രതീക്ഷകളെ വാനോളം ഉയർത്തി. ആരാധകർ വീണ്ടും ആ സുവർണ സ്വപ്നത്തെ കാണാൻ തുടങ്ങി. മത്സരത്തിന്റെ 64-ാം മിനിറ്റ് വരെ ശക്തമായി മെക്സിക്കോയുടെ ഗോൾ വല കാത്ത ഗില്ലർമോ ഒച്ചാവോയ്ക്ക് പോസ്റ്റിന്റെ 35 വാരെ അകലെ നിന്നും ലിയണൽ മെസ്സി തന്റെ ഇടങ്കാലുകൊണ്ട് തൊടുത്ത ആ നിലം പതിക്കുന്ന ഷോട്ട് ഒന്ന് എത്തിപ്പിടിക്കാൻ പോലും സാധിച്ചില്ല. ആ ഗോളിന് പിന്നാലെ അർജന്റീന മത്സരത്തിന്റെ പൂർണ്ണഗതിയും തങ്ങളുടെ കൈക്കുള്ളിലാക്കുകയായിരുന്നു. അതിനുശേഷം നിരന്തരമായി അർജന്റീന മെക്സിക്കൻ ഗോൾ മുഖത്തേക്ക് ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു. മത്സരം 87-ാം മിനിറ്റിലേക്ക് പിന്നിടുന്നു. ലിയണൽ മെസ്സിയുടെ ആ ഒരു ഒറ്റ ഗോളിന് അർജന്റീന വിജയിക്കാൻ പോകുന്നു എന്ന് ആരാധകർ കരുതിയ നിമിഷത്തിലാണ് പകരക്കാരനായി എത്തിയ 21-കാരൻ എൻസോ ഫെർണാണ്ടസിന്റെ ഗോൾ വരുന്നത്. ഇതിഹാസ ഗോൾ കീപ്പർ ഗില്ലർമോ ഒച്ചാവോയ്ക്ക് ഒന്ന് തൊട്ടു നോക്കാൻ പോലും കഴിയാത്ത വേഗത്തിലായിരുന്നു എൻസോ ഫെർണാണ്ടസ് തൊടുത്തുവിട്ട പന്തിന്റെ വേഗത. കൃത്യമായി ആ പന്ത് പോസ്റ്റിന്റെ ഇടതു മൂലയിലേക്ക്. ഈ ഒരു ഗോളോടെ ലുസേൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ അർജന്റീന ആരാധകർ ഇരട്ടി ആവേശത്തിലേക്ക്. ഒടുവിൽ ലുസേൽ സ്റ്റേഡിയത്തിൽ മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങി. ഇരട്ട ഗോളുകൾക്ക് മെക്സിക്കോയെ അർജന്റീന പരാജയപ്പെടുത്തി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അവതരിച്ച അതേ മിശിഹ ഇന്ന് ലുസേൽ സ്റ്റേഡിയത്തിൽ ഒരിക്കൽ കൂടി അവതരിച്ചു. അർജന്റീനയുടെ കിരീട പ്രതീക്ഷകളെ വാനോളം ഉയർത്തി. മെക്സിക്കോയെ പരാജയപ്പെടുത്തുമെന്ന് വാക്കു തന്നത് അയാളാണ്. ഈ ടീമിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കൂ എന്ന് പറഞ്ഞതും അയാളാണ്.